വെറും കുറഞ്ഞ ചേരുവ കൊണ്ട് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സുർക്ക, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു നുള്ളു ഫുഡ് കളർ കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇതിനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് ഒന്ന് കോരിയെടുക്കാം. അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ടിട്ടുന്ന കരിയാനും പാടില്ല. എല്ലാ സൈഡൊന്ന് കുക്കായി വരുന്ന വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നല്ലോണം ഒന്ന് പൊരിച്ച് കോരിയിട്ട് മാറ്റി വെക്കാം. ഈ സെയിം ഓയിൽ തന്നെയാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ജീരകം, വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാളയാണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൽ ചിക്കനിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ ഇതിന് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റുക. അതിനുശേഷം അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പൊരിച്ച് വെച്ച ചിക്കൻ്റെ പീസസ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ശേഷം നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഈ ഓയിലിലേക്ക് സ്പൈസസ് ആയ ഗ്രാമ്പു, പട്ട, ഏലക്കായ, കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ ഉണ്ടാവും. അതൊന്നൊരു 3-4 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ മതി. അതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഇവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ക്യാരറ്റും ഇട്ടിട്ട് നമ്മൾ ചോറ് ദമ്മിടാനുള്ള പ്രോസസ്സിലേക്കാണ് ഇനി പോകുന്നത്. ഈ റൈസിനെ നമുക്ക് ചിക്കൻ്റെ മസാലയിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് മഞ്ഞളിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ലെയറും കൂടി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വീണ്ടും മഞ്ഞൾ കലക്കിയ വെള്ളം 1 ടീസ്പൂൺ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഗരം മസാലപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇതാക്കിയെടുക്കാം. ശേഷം അതിലേക്ക് പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വറുത്ത് കോരിയത് കൂടി ഇട്ടിട്ട് നന്നായി ഒഴിച്ചിട്ട് അങ്ങോട്ട് ദമ്മ് ചെയ്തെടുക്കാം. വാഴയിലയിലാണ് ദമ്മ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ ദമ്മ് ചെയ്തെടുത്തിട്ടുണ്ട്. മണിക്കൂറിന് ശേഷം നമ്മുടെ ബിരിയാണി ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു സൈഡ് ഇങ്ങനെ മറിച്ച് നോക്കി നോക്കാം. ചിക്കൻ്റെ പീസൊന്നും ഉടഞ്ഞു പോവാതെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.